ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റീസണിങ്ങിലെ കുറച്ച് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, കോഡിങ്, അതുപോലെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, ഈ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കൊക്കെ പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഡയറക്ഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഈ 4 ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് പഠിക്കുക. അതുപോലെ എന്താ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ആ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റും. റീസണിങ് പൊതുവേ എളുപ്പമാണ്. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷാക്കില വാക്ക്. അപ്പോൾ എന്താ, ഇത് ഒരു ഡയറക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. അവരെങ്ങനെയാ 15 കിലോമീറ്റർ ടുവേഴ്സ് സൗത്തിലേക്ക് വാക്ക് ചെയ്തു. അപ്പോൾ അതായത് ഇവരുടെ ഹോമിന്ന്, ഹൗസിന്ന്, അതായത് ഹൗസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നമ്മളെ കോമ്പസ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം. ആദ്യം എന്ത് ചെയ്യാം, 15 കിലോമീറ്റർ സൗത്തിലേക്ക് വാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ഹൗസ് ഉള്ളത്. അവിടെ നിന്നാണ് 15 കിലോമീറ്റർ സൗത്ത്. സോ സൗത്തിലേക്ക് പോകുന്നു. എത്രയാണ്? 15 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ, ദെൻ ഷീ ടുവേർഡ്സ് ദ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഈസ്റ്റ് ഏതാ? ഈസ്റ്റ് ഡയറക്ഷൻ നോക്കി ഇങ്ങനെയാണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലേക്ക് പോവുക. എത്രയാണ്? 10 കിലോമീറ്റർ ആണ് ഈസ്റ്റിലേക്ക് പോവുക. 10 കിലോമീറ്റർ ഈസ്റ്റ്. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് എന്താ, ഷീ ടേൺ നോർത്ത്. പിന്നെ നോർത്തിലേക്കാണ്. എത്രയാണ്? 25 കിലോമീറ്റർ നോർത്തിലേക്ക് പോകും. സോ നമുക്കറിയാം ഇതാണ് 15. നമ്മൾ ആ സ്കെയിൽ അനുസരിച്ച് തന്നെ വരക്കാം. അപ്പോൾ ഇവിടെ വരെ 15 ആയിരിക്കും. 15 പിന്നെന്താ 25, ഇത്രയാണ് 25. അപ്പോൾ നോർത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഫൈനലി ടേൺ വെസ്റ്റ്. വെസ്റ്റ് ഏതാ? വെസ്റ്റ് ഈ ഡയറക്ഷൻ ആണ് വെസ്റ്റ്. സോ വെസ്റ്റിലേക്ക് ടേൺ ചെയ്തു. എത്ര കിലോമീറ്റർ പോയി? 15 കിലോമീറ്റർ. കവേർഡ് 15 കിലോമീറ്റർ. സോ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ വരെ 10 ആയിരിക്കും. പിന്നെ ഒരു 5 കിലോമീറ്ററും കൂടെ പോയി. സോ 10, 5. അങ്ങനെ ഈ ഡയറക്ഷനിലാണ് അവർ ഫൈനലായിട്ട് എത്തിയിട്ടുള്ളത്. ക്ലിയർ? ഇനി ചോദിച്ചു, ഇപ്പോൾ ഏത് ഡയറക്ഷനിൽ, ഇവരുടെ ഹൗസിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഇവരുള്ളത്? ഹൗസ് ഇവിടെയാണ് ഇവർ ഫൈനലായിട്ടുള്ളത്. ക്ലിയർ? അതായത് നമ്മൾ ഇവിടെ വരെ 10 വരച്ചു, ഇത് 5 ആണ്. അപ്പോൾ ഈ ഏരിയയിൽ എത്തി. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? നമ്മൾ നേരത്തെ നോക്കിയില്ല, ഈ ഡയറക്ഷനിലല്ലേ ഉള്ളത്. അതായത് ഇതാ ഇങ്ങനെയുള്ള ഡയറക്ഷനിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ എന്താ, നോർത്ത് വെസ്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സുജാത ഈസ് സ്റ്റാൻഡിങ് ഇൻ എ പാർക്ക് ഫേസിങ് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിൽ ഫേസ് ചെയ്തിട്ടാണ് സുജാത നിൽക്കുന്നത്. എങ്ങനെയാണ്? ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കോമ്പസ് വരക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. എന്നിട്ടോ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തു. അതായത് ഇത് ഈസ്റ്റ് ആണ്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഷീ ടേൺസ് 135 ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. അതായത് എന്താണ് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് നമ്മൾ ഇതാണ് നമ്മുടെ എന്താ ബേസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ ഇങ്ങനെ പോകുന്നതാണ് ക്ലോക്ക് വൈസ്, ഇങ്ങനെ പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലിയർ? എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ എത്തിയാൽ എന്താ 90 ഡിഗ്രി ആണ്. പിന്നെ ഇവിടെ വരെ എത്തിയാൽ, ഇവിടെ ഇങ്ങനെ പോയി ഇവിടെ വരെ എത്തിയാൽ 180 ഡിഗ്രി ആണ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ എത്തിയാൽ എന്താ 270 ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? 135 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്, 135 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്കറിയാം ഇതാ ഇങ്ങനെ, ഇത് ഏതാ ഡയറക്ഷൻ? അതായത് ഇത് 90 ആയിരിക്കും. ക്ലിയർ? ഇത് 90 ആയിരിക്കും. പിന്നെന്താണ്, ഇത് 135 ഡിഗ്രിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് 135 ഡിഗ്രി. 135 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് ടേൺ ചെയ്തു. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഷീ ടേൺ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയാൽ എന്താണ് 180 ഡിഗ്രി ആണ്. ഇവിടെ വരെ എത്തിയാൽ 180 ഡിഗ്രി ആണ്. അതായത് ഇതിന് എന്താ ഇതുപോലെ, അതായത് ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ടോട്ടൽ കവർ ചെയ്യുന്ന എത്രയാണ്?
180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താ 100, അതായത് ടോട്ടൽ 180 ഡിഗ്രി ആണ്, അതിൽ 135 ഇപ്പോൾ കവർ ചെയ്തു. ക്ലിയർ? അപ്പോൾ ബാക്കി ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ 45 ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസിലേക്ക് എത്രയാണ്? 90 ഡിഗ്രി പോയെന്നാണ് പറയുന്നത്. 90 ഡിഗ്രി ടേൺ ചെയ്തു. അപ്പോൾ എന്താണ്? ആന്റി ക്ലോക്ക് വൈസിലേക്ക് 90 ഡിഗ്രി. സോ ഇവിടുന്ന് 90 ഡിഗ്രി ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോൾ എന്താണ്? 45. വീണ്ടും ഒരു 45 ഇങ്ങോട്ട് വന്നാൽ എത്രയാണ്? ഇതാണ് ടോട്ടൽ 90 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഇവിടെ വരെ എത്തുമ്പോൾ 90 ഡിഗ്രി അവർ ടേൺ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്? ദെൻ ഷീ ടേൺസ് 45 ക്ലോക്ക് വൈസ്. 45 ക്ലോക്ക് വൈസിൽ അടുത്ത് ടേൺ ചെയ്യണം. സോ ഇവിടുന്ന് എന്താണ്? ഇവിടുന്ന് 45 ക്ലോക്ക് വൈസ്. സോ ഈ ഡയറക്ഷനിലേക്ക്. സോ ഇതായിരിക്കില്ലേ 45? ഇതായിരിക്കും 45. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവർ ടേൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് അവർ ലാസ്റ്റ് എത്തുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ് നൗ? അപ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അവർ ഫേസ് ചെയ്യുന്നത്? സോ ഈ ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. ഏതാണ്? അത് ഏത് ഡയറക്ഷനാണ്? വെസ്റ്റ് ആണ് അത് ഡയറക്ഷൻ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, രജനി വാസ് ഫേസിങ് ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം കോമ്പസ് നമ്മളിങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ കോമ്പസ്. അപ്പോൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഫേസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, അതായത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഇതിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഏതാണ്? ഇതാണ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ക്ലിയർ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഷീ മൂവ്ഡ് 5 കിലോമീറ്റർ, അതായത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? 5 കിലോമീറ്റർ മൂവ് ചെയ്തു ആ ഡയറക്ഷനിലേക്ക്. അപ്പോൾ 5 കിലോമീറ്റർ മൂവ് ചെയ്തു. ദെൻ ലെഫ്റ്റ്, ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 3 കിലോമീറ്റർ. അതായത് ഇവരിപ്പോൾ ഇവിടെയാണുള്ളത്. ഇതിൽ ഇവരുടെ റൈറ്റും ലെഫ്റ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ ആ പ്ലേസിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാം. ക്ലിയർ? എന്നിട്ട് നമ്മളിങ്ങനെ നിന്ന് നോക്കാം. അപ്പോൾ ഏതാണ് നമ്മുടെ? ഇത് റൈറ്റ് ആയിരിക്കും, ഇത് ലെഫ്റ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. അവിടുന്ന് എന്ത് ചെയ്തു? ഇവർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് 3 കിലോമീറ്റർ മൂവ് ചെയ്തു. സോ ഇതാണ് ലെഫ്റ്റ്, 3 കിലോമീറ്റർ മൂവ് ചെയ്തു. ക്ലിയർ? ഇനി എന്താ പറയുന്നത്? ദെൻ ഷീ ടേൺ റൈറ്റ്. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി ഇവിടുത്തെ റൈറ്റും ലെഫ്റ്റും എന്താണ്? ഇവിടുത്തെ റൈറ്റും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ ആയിരിക്കും റൈറ്റ്, ഇവിടെ ആയിരിക്കും ലെഫ്റ്റ്. ഓക്കെ, ഇനി എന്താ? അവർ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, 8 കിലോമീറ്റർ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ 8 കിലോമീറ്റർ ഇങ്ങനെ പോയി. ആൻഡ് സ്റ്റോപ്പ് ദെയർ. വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ്? അപ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അവർ ഫേസ് ചെയ്യുന്നത്? ഓക്കെ, ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ്, അതായത് നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിലാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് അവർ ഫേസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഡയറക്ഷനിൽ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? സച്ചിൻ ആൻഡ് അഞ്ജലി വെയർ ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസിങ് ഫേസ് ടു ഫേസ്. അതായത് ഫേസ് ടു ഫേസ് നിന്ന് സച്ചിനും അഞ്ജലിയും ടോക്ക് ചെയ്യുന്നു. സോ അതായത് ഫേസ് ടു ഫേസ് ചെയ്താൽ നമ്മളത് ഇങ്ങനെ ആയിരിക്കില്ലേ? ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെന്താ പറയുന്നത്? അവർ സൺസെറ്റിന് മുന്നേ ആണ് അവരിങ്ങനെ നിന്നിട്ടുള്ളത്. ഇഫ് അഞ്ജലീസ് ഷാഡോ വാസ് എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് സച്ചിൻ, അതായത് സച്ചിൻ്റെ ലെഫ്റ്റിലായിരിക്കും അഞ്ജലിൻ്റെ ഷാഡോ. അതായത് നമുക്കറിയാം എന്താ? നമ്മൾ ആദ്യം കോമ്പസ് വരയ്ക്കാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഇനി നമ്മുടെ സൺസെറ്റിന് മുന്നേ ഉള്ള സണ്ണ് എവിടെയായിരിക്കും? സണ്ണ് വെസ്റ്റിലായിരിക്കും സണ്ണ്. സോ നമുക്ക് വെസ്റ്റിൽ സണ്ണ് ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ വെസ്റ്റിൽ നമ്മുടെ സണ്ണുണ്ട്. അപ്പോൾ വെസ്റ്റിൽ സണ്ണുണ്ട്. വെസ്റ്റിൽ നിന്ന് സണ്ണ്, അതായത് ഇവിടെയാണ് ഒരാളുള്ളതെങ്കിൽ അവരുടെ ഷാഡോ എങ്ങോട്ടായിരിക്കും? ഷാഡോ ഈസ്റ്റിലേക്കായിരിക്കും ഷാഡോ. ഇങ്ങനെയായിരിക്കും ഷാഡോ ഉണ്ടാവുക. ഇവിടെ ആയിരിക്കും ഷാഡോ ഉണ്ടാവുക. ക്ലിയർ? അതായത് ഇവിടെ ഒരാൾ നിന്നാലും ഷാഡോ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അഞ്ജലി ഷാഡോ വാസ് എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് സച്ചിൻ. സച്ചിൻ്റെ ലെഫ്റ്റിലായിരിക്കണം എന്താണ്? അഞ്ജലിൻ്റെ ഷാഡോ. അപ്പോൾ ഇത് ലെഫ്റ്റിലായിരിക്കണം. ആര് നിന്നാലും അത് കണ്ടോ? ഈ ഷാഡോ ഉള്ളത് ലെഫ്റ്റിലായിരിക്കണം. ഷാഡോ വരുന്നത് ലെഫ്റ്റിലായിരിക്കണം. നമുക്ക് നിൽക്കുന്ന ആളുടെ ലെഫ്റ്റിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സച്ചിൻ ഇവിടെ ആയിരിക്കണം. സച്ചിൻ്റെ ലെഫ്റ്റിലായിരിക്കണം ഈ ഷാഡോ. അപ്പോൾ ഇവിടെ സച്ചിൻ നിന്നാൽ സച്ചിൻ്റെ ലെഫ്റ്റ് ഇതായിരിക്കും, സച്ചിൻ്റെ റൈറ്റ് ഇതായിരിക്കും. ക്ലിയർ? ഇനി അഞ്ജലിൻ്റെയോ? അഞ്ജലിൻ്റെ ലെഫ്റ്റ് ഏതായിരിക്കും? അഞ്ജലി ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് ഇതായിരിക്കും. ക്ലിയർ? അപ്പോൾ സച്ചിൻ ഇവിടെയാണ്,
ഇവിടെയാണ് അഞ്ജലി. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. നമ്മുടെ സൺ എന്ന് പറയുന്നത് വെസ്റ്റിലേക്കായിരിക്കും, ഷാഡോ ഈസ്റ്റിലേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സച്ചിൻ ഇവിടെ ആയിരിക്കും നിൽക്കുക. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ സച്ചിൻ സ്റ്റുഡ് ഫേസിങ്? അപ്പോൾ സച്ചിൻ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്? സച്ചിൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്കറിയാം ഏതാണ്, സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതായത് സച്ചിൻ ഇതാ ഇങ്ങനെയല്ല ഫേസ് ചെയ്യുന്നത്, സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സൗത്തിലേക്കാണ് സച്ചിൻ ഫേസ് ചെയ്യുന്നത്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 houses KLMNOP ആർ ലൊക്കേറ്റഡ് ഇൻ സെയിം കോളനി. അപ്പോൾ കോളനിയിൽ എത്രയാ, 6 houses ഉണ്ട്. എൽ ഈസ്, അപ്പോൾ നമുക്കെന്താ ഇനി നമുക്കിതാ ഇത് പറയുന്ന പോലെ വരക്കാം. എൽ ഈസ് 500 കിലോമീറ്റർ ടു സൗത്ത് ഓഫ് കെ. അപ്പോൾ ഇവിടെ കെ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നിങ്ങൾ എന്തായാലും ഇത് വരക്കുക. കാരണം എന്താ നമുക്ക് തെറ്റിപ്പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വരക്കുക. ജസ്റ്റ് എത്ര സെക്കൻഡിൻ്റെ പണിയുള്ളത് ഇത്. ഓക്കെ, അപ്പോൾ ഇത് വരക്കാം. അപ്പോൾ ആദ്യം എന്താ ഇവിടെ പറയുന്നത്, കെ ഉണ്ടെന്ന് പറയുന്നു. കെൻ്റെ അടുത്ത് നിന്ന് എന്താണ് എല്ലിലേക്ക്, കെ എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത് കെൻ്റെ സൗത്തിലേക്കാണ്. സോ സൗത്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് എല്ലുള്ളത്. എല്ല് എത്ര കിലോമീറ്റർ ആണ്? 500 മീറ്ററിൻ്റെ ദൂരമാണുള്ളത്. കെന്ന് എല്ലിലേക്ക് 500 മീറ്ററിൻ്റെ ദൂരമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇതായി. പിന്നെ പി ഈസ് 250 മീറ്റർ ടു ദ വെസ്റ്റ് ഓഫ് കെ. കെൻ്റെ വെസ്റ്റിലേക്ക് 250 മീറ്റർ ആണ്. വെസ്റ്റ് നോക്കിയാൽ എന്താ, ഈ ഡയറക്ഷനാണ് ഉള്ളത്. സോ കെൻ്റെ ഇങ്ങോട്ട് വെസ്റ്റിലേക്ക് എത്രയാ, ഇവിടെയാണ് പി ഉള്ളത്, 250. ക്ലിയർ? ഇനി എന്താ പറയുന്നത്, ഒ ഈസ് 200 മീറ്റർ ടു ദ നോർത്ത് ഓഫ് കെ. ഒ എന്ന് പറയുന്നത് കെൻ്റെ നോർത്തിലേക്കാണ്. നോർത്ത് ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഇവിടെയാണ് ഒ ഉള്ളത്. എത്രയാ, 200 മീറ്റർ. ക്ലിയർ? ഇനി എന്താ പറയുന്നത്, നമ്മൾ അതിനു മുന്നേ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇനിയും എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇനിയും പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഡയറക്ഷൻ ഈസ് ഹൗസ് ഓഫ് ഒ വിത്ത് റെഫറൻസ് ടു ഹൗസ് ഓഫ് എൽ? എല്ലിനെ അപേക്ഷിച്ച് ഒ എവിടെയാണ്? അപ്പം ഇത്രയും വരക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വരക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു എല്ല്, എല്ലിനെ അപേക്ഷിച്ച്. അപ്പോൾ എല്ലിനെ അപേക്ഷിച്ച് ഒ എവിടെയാണ്? ഒ നോർത്തിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബാക്കി നമ്മൾ വരക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒയും എല്ലും കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. വേണമെങ്കിൽ നമുക്ക് അടുത്ത് വരക്കാം. എൻ ഈസ് 190 മീറ്റർ ടു ദ സൗത്ത് ഓഫ് എൽ. അപ്പോൾ ഇതാ സൗത്ത് ഓഫ് എൽ ഇവിടെയാണ് എൻ. ഇനി എന്താ പറയുന്നത്, എം ഈസ് 150 മീറ്റർ ഈസ്റ്റ് ഓഫ് എൽ. അപ്പോൾ ഈസ്റ്റ് ഓഫ് എല്ലിലേക്ക് എം വരക്കാം. ക്ലിയർ? ഇത് രണ്ടും നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബ്ലൂ ലൈനിൽ വരച്ചത് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോർത്തിലേക്കാണ് ഒ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, റോഹിത് walked towards the west and took a turn of 45 degree. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് എത്രയാണ്, 45. റോഹിത് വാക്ക്ഡ് ടുവേഴ്സ് വെസ്റ്റ്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഇനി പറയാം എന്താ, റോഹിത് 45 ഡിഗ്രി ക്ലോക്ക് വൈസ്, റോഹിത് വാക്ക്ഡ് ടുവേഴ്സ് വെസ്റ്റ്. അതായത് രോഹിത് ആദ്യം വെസ്റ്റിലേക്ക് വാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതല്ലേ നമ്മൾ വെസ്റ്റ് ഡയറക്ഷൻ, ഇതാണ് വെസ്റ്റ് ഡയറക്ഷൻ. വെസ്റ്റിലേക്ക് വാക്ക് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അയാൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്നു. സോ ഇവിടുന്ന്, അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള ഭാഗത്ത് നിന്ന് 45 ക്ലോക്ക് വൈസ്, സോ ഇങ്ങോട്ട് 45 ക്ലോക്ക് വൈസ് പോകുന്നു. സോ ഇതായിരിക്കും ഡയറക്ഷൻ. ഇതല്ലേ 45, ഇതാണ് 45 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ഇയാൾ ഇവിടെയാണ് ഉള്ളത്. എന്നിട്ട് എന്താ പറയുന്നു, ഹി എഗെയിൻ ടേൺ അറ്റ് 180 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എഗെയിൻ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 180 ഡിഗ്രി. സോ ഇപ്പോൾ ഈ ഡയറക്ഷനാണ് ഉള്ളത്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് പോകും. ഇതാണ് 180 ഡിഗ്രി വരിക ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇയാൾ ഇവിടെയാണ് ഉള്ളത്. ഇനി എന്താ പറയുന്നത്, നെക്സ്റ്റ്, ഫൈനലി ഹി ടേൺസ് 270 ഡിഗ്രി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇനി എന്താ, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് 270 ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എന്താണ്, ഇപ്പോൾ നേരെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇവിടം വരെ എത്തിയാൽ ഇത് എത്രയാണ്, 180 ആയി. നമുക്ക് എത്രയാണ്, 270 ആണ്. അപ്പോൾ ഇനിയൊരു 90 കൂടെ മൂവ് ചെയ്യണം. സോ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്, വീണ്ടും ഒരു 45 ആയി. 90 ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 45 കൂടെ നമുക്ക് ആവശ്യമുണ്ട്. സോ
ഇതാ ഇങ്ങനെയുള്ള ഡയറക്ഷൻ. അപ്പോൾ ഇതാ ഇത് നോക്കിയാൽ ഇത്രയും നോക്കിയാൽ എന്താ ഇതാണ് 90 ഡിഗ്രി വരിക. അപ്പോൾ ടോട്ടൽ ഇതാ ഇവിടുന്ന് ഇവിടത്തേക്കാണ് നമുക്ക് എന്താ 270 വരിക, 270 ഡിഗ്രി വരിക. ക്ലിയർ? അപ്പോൾ ഇനെന്താ ചോദിക്കുന്നത്, ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് രോഹിത് ഫേസിങ് അറ്റ് ലാസ്റ്റ്. അപ്പോൾ ഇപ്പം ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്? ഏതാ ഈ ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇതേതാ ഡയറക്ഷൻ? സൗത്ത് വെസ്റ്റ്. ദാ സൗത്ത് വെസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, സൗത്ത് വെസ്റ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എ എക്സ് വാക്ക് 15 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് വരച്ച് വെക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു എന്താ, എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എ എന്ന് വിചാരിക്കാം. എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താ എത്രയാ, 15 കിലോമീറ്റർ പോയാൽ നോർത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യാം, ബി എത്തും. അപ്പോൾ നോർത്തിലേക്ക് നമ്മൾ പോയി, ഇവിടെ ബി എത്തി, 15 കിലോമീറ്റർ. നെക്സ്റ്റ് ടേൺ ലെഫ്റ്റ്. അപ്പോൾ ഇതാ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ടേൺ ലെഫ്റ്റ് ആൻഡ് 10 കിലോമീറ്ററിലേക്ക് പോയാൽ സി എത്തും. സോ ഇവിടുന്ന് 10 കിലോമീറ്റർ പോവാം. അപ്പോൾ എന്താ സി എത്തി. ഈ ഡയറക്ഷനിലാണുള്ളത്. ഇനി എന്താ, ദെൻ ടേൺ റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ റൈറ്റ് ലെഫ്റ്റ് ഏതാണ്, ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ്. സോ റൈറ്റിലേക്ക് എത്ര കിലോമീറ്റർ പോകണം, 10 കിലോമീറ്റർ. സോ റൈറ്റിലേക്ക് 10 കിലോമീറ്റർ പോയാൽ ഇത് 10 കിലോമീറ്റർ ആണ്. എവിടെ എത്തി, ഡിയിലെത്തി. ആൻഡ് ഫൈനലി ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 30 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് എന്താ, ഇത് റൈറ്റ് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ റൈറ്റിലേക്കാണ് പോകാൻ പറയുന്നത്. അപ്പോൾ എവിടെ വരെ എത്തും, നമുക്ക് നോക്കിയാൽ ഇവിടുന്ന് ഇവിടെ വരെയാണ് നമുക്ക് 10. കാരണം ഇതാ ഇത് 10 അല്ലേ, ഇത് 10 ആണ്. അപ്പോൾ ഇവിടെ വരെ 10, പിന്നെയും ഒരു 10, അതായത് ടോട്ടൽ ഇത് 30 ആണ്. അപ്പോൾ ഇവിടെ വരെ എത്തും. ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് എത്തുക. ഇ എന്ന പോയിന്റിലെത്തി. വാട്ട് ഈസ് ദ, കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടാം, നമുക്ക് ഈ വരെ എത്തി. അതായത് ഇവിടെ വരെ 10, ബാക്കി ഇത് 20. പി എന്ന പോയിന്റ് എത്തി. ഇനി ചോദിക്കുന്നുണ്ട് എന്താ, വാട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. അപ്പോൾ എയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, അതാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നതാ, ഇതാണ് എയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ? എ ഇ. അപ്പോൾ എ ഇ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, എ ഇ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. നമ്മൾ എന്താ നേരെയുള്ള ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ചെരിഞ്ഞിട്ട് എന്താ സ്ട്രേറ്റ് ലൈനിൽ, അതായത് എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മളിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിനു വേണ്ടി നമ്മളിതാ ഇത് ഇങ്ങനെ താഴേക്ക് വരക്കാമല്ലോ, അതുപോലെ ഇതും ഇങ്ങനെ താഴേക്ക് വരക്കാം. ഇനി ഇതാ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതേ പ്ലസ് ഇതാണ് ഈ ഹൈറ്റ്. അപ്പോൾ ഇത് 25 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വരെ 10 ആണ്, ബാക്കി ഇത് 20 ആണ്. സോ ഇത് 20 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എ ഇ സ്ക്വയർ എന്താണ്, നമ്മുടെ എന്താ ഹൈപ്പോട്ടിനസ് സ്ക്വയർ അല്ലെങ്കിൽ കർണ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിന്റെ സ്ക്വയറും ഹൈറ്റിന്റെ സ്ക്വയറും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്, എ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ. സോ എന്താ 400 പ്ലസ് 625 എന്ത് കിട്ടും, 400 പ്ലസ് 625 1025 1025 ആണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ കണ്ട എന്താ, എ ഇ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എ ഇ ഫൈൻഡ് ചെയ്യണമെങ്കിൽ റൂട്ട് 1025. ഇനി ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ നോക്കിയാൽ ഇതിൻ്റെ വെളിയിൽ 6 ഉണ്ട്, 5 ഉണ്ട്. വെളിയിൽ 6 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1025 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് 5 ആയിരിക്കും വെളിയിലെടുക്കാൻ പറ്റുക. കാരണം ഇതിൻ്റെ അകത്തും 5 ഇല്ല, പുറത്തും ഇവിടെ നോക്കിയാൽ അകത്തും 5 ഇല്ല, പുറത്തും 5 ഇല്ല. അപ്പം എന്തായാലും എന്താ, ഇതായിരിക്കില്ല വാല്യൂ. 5 ഉള്ളതായിരിക്കും നമ്മുടെ വാല്യൂ, 5 ഉള്ളതായിരിക്കും വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 5 വെളിയിലെടുക്കാൻ നോക്കാം. 5 വെളിയിൽ എടുക്കണമെങ്കിൽ അകത്തെന്ത് വരണം, 25 വരണം. റൂട്ട് 25 ആണ് 5. അതായത് നമുക്ക് ഇവിടെ റൂട്ട് 25 എന്നുള്ളത് പുറത്തെടുക്കുമ്പോഴാണ് 5 കിട്ടുക. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് 1025 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 41 ആണ് 1025 അല്ലേ, 25 ഇൻറ്റു 41 ആണ് 1025. അപ്പോൾ അതിന് റൂട്ട് എടുക്കാം. ഇനി എന്താ, ഈ 25 നമുക്ക് വെളിയിലേക്ക് എടുക്കാം, റൂട്ടിന് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 5 എന്ന് കിട്ടും. ബാക്കി റൂട്ട് അകത്ത് എത്രയാ, 5, റൂട്ട് 41, റൂട്ടിനകത്ത് 41. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെയും നമ്മളെന്താ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും വരും. അപ്പോൾ അതിൽ നമ്മൾ ഇതാ ഈ പൈതഗോറസ് പഠിച്ചിരിക്കുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, അബൂസ് വാച്ച് ഈസ് 4:50 ടൈമാണ്.
അപ്പോൾ എന്താണ്, നമുക്കൊരു ക്ലോക്ക് ഉണ്ട്, അബുവിൻ്റെ വാച്ചാണ്. ഇതാ ഇവിടെ 12, 6, 3, 9 അങ്ങനെയുണ്ട്. ഇനി ഇതാ ഇവിടെ നമുക്ക് 2 ഉണ്ടല്ലോ. ഇവിടെ പറയുന്നത് എന്താണ്, അബുവിൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ 4:50 ഫൈൻഡ് ചെയ്യുന്നത്, എന്താ കാണിക്കുന്നത്, 4:50 വാച്ചിൽ കാണിക്കുന്നത്. അപ്പം 4:50 പറഞ്ഞാൽ അവർ ഹാൻഡ് ഇങ്ങോട്ടായിരിക്കും, 50 ഇത് ഇങ്ങോട്ടായിരിക്കും, മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ടായിരിക്കും. ഇതായിരിക്കും 4:50. ഇനി എന്താ ചോദിക്കുന്നത്, വാട്ട് ഡയറക്ഷൻ ഈസ് അവർ നീഡിൽ. അപ്പോൾ അവർ നീഡിൽ എങ്ങോട്ടാണ്? അപ്പോൾ നമുക്കറിയാം എന്താണ്, സൗത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇതാ അവർ ഹാൻഡിൽ എങ്ങോട്ടാണ്? അവർ ഹാൻഡിൽ ഏതാ, ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ടാണ് ഉള്ളത്. ഈ ഡയറക്ഷൻ നോക്കി ഇങ്ങോട്ട് ഏതാണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണുള്ളത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു. സിമ്പിളാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. സിമ്പിളായി ക്രാക്ക് ചെയ്യുക. അടുത്തത് ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ബ്ലഡ് റിലേഷനിൽ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലൂടെ തന്നെ നോക്കാം. അതായത് നേഹ ഈസ് ദ മദർ ഓഫ് വിപുൽ. അപ്പോൾ വിപുലിൻ്റെ മദറാണ് നേഹ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നമ്മുടെ ചാർട്ട് എന്താ, ബ്ലഡ് റിലേഷൻ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആദ്യം എന്താ, വിപുലുണ്ട്, വിപുലിൻ്റെ മദറാണ്. വിപുൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ പേര് മാത്രം കണ്ടിട്ട് നമ്മൾ ഒരാൾ മെയിലാണ് ഫീമെയിൽ ആണെന്ന് നമ്മൾ എടുക്കരുത്. അത് ഇതിൽ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാമൂ. അപ്പോൾ വിപുൽ എന്താണ്, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമുക്കറിയില്ല. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം മെയിലാണ്, പക്ഷേ അത് വെച്ച് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇവിടെ നോക്കിയാൽ നേഹ ഈസ് ദ മദർ ഓഫ് വിപുൽ. അപ്പം നേഹ മദറാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ, നേഹേനെ ഫീമെയിൽ ആയിട്ട് എടുക്കാം. സോ നേഹ എന്ന് പറയുന്നത് മദറാണ്. അപ്പം ഇങ്ങനെ എടുക്കാം, വിപുലിൻ്റെ മദറാണ് നേഹ. അപ്പോൾ വിപുലിൻ്റെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മദറിനെ വരക്കാം, നേഹേനെ വരക്കാം. ഇനി എന്താ, മദർ ഫീമെയിലാണ്. മദർ എന്ന് പറയുമ്പോൾ ഫീമെയിലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ സൈൻ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സൈൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ മൈനസ് കൊടുത്താൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ? അതായത് നേഹയ്ക്ക് ഫീമെയിലിന് ഞാൻ മൈനസ് കൊടുത്തു, മെയിലാണെങ്കിൽ ഞാൻ പ്ലസ് കൊടുക്കുന്നു, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാം. ഏത് സൈൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഏത് സൈൻ വേണമെങ്കിൽ നേഹയ്ക്ക് പ്ലസ് കൊടുക്കാം, മെയിലിന് നെഗറ്റീവ് കൊടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ വേണമെങ്കിൽ ഞാനിപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ നേഹ മദറാണ്, മൈനസ് നിന്ന് കൊടുക്കുന്നു ഫീമെയിൽ ആയതുകൊണ്ട്. ഇനി എന്താ, രജത് ഈസ് നേഹാസ് ബ്രദർ. രജത്ത് എന്ന് പറയുന്നത് നേഹേൻ്റെ ബ്രദറാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ പാരലായിട്ട് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന മദർ എന്താ, അത് സെയിം ബ്രദർ സിസ്റ്റർ അങ്ങനെ സിബ്ലിങ്സിനെ നമ്മൾ എന്താ പാരലായിട്ട് ലൈൻ വരച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ്, ആരാണ്, രജത്താണ്. ബ്രദർ ആണെന്ന് പറഞ്ഞു. സോ ബ്രദറിന് നമ്മൾ എന്ത് ചെയ്യാം, പ്ലസ് കൊടുക്കാം. ബ്രദറിന് പ്ലസ് കൊടുത്തു. ക്ലിയർ? അപ്പൊ അങ്ങനെ ചെയ്തു. ഇനി എന്താ, പ്രഭാകർ ഈസ് ദ ഫാദർ ഓഫ് രജത്. അപ്പൊ രജത്തിന്റെ ഫാദർ. അപ്പൊ ഫാദർ പറയുമ്പോൾ എന്താ, ആ സെയിം ലൈനിലല്ല, നേരെ മേലെ ഫാദർ. സോ ഇവിടെയാണ് ഫാദർ. എന്താണ്, പ്രഭാകർ. അപ്പൊ അത് ഫാദർ ആയതുകൊണ്ട് നമുക്ക് പ്ലസ് കൊടുക്കാം. ക്ലിയർ? ഇനി എന്താ ചോദിക്കുന്നത്, ഹൗ ഈസ് പ്രഭാകർ റിലേറ്റഡ് ടു വിപുൽ. അപ്പൊ വിപുലിന് പ്രഭാകർ ആരാണ്, മദറിന്റെ ഫാദർ. സോ എന്താ, മദേഴ്സ് ഫാദർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സൈൻ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാന്തിസ് ഡോട്ടർ ചാന്ദിനി ഈസ് മാരീഡ് ടു അബി. അപ്പോൾ ശാന്തി അവരുടെ ഡോട്ടറാണ് ചാന്ദിനി. ഡോട്ടർ ആണെന്ന് പറഞ്ഞു. സോ നമ്മളിവിടെ ഈ സൈനിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി അവർ മാരേജ് ചെയ്യുന്ന ആരാ, അബീനെയാണ് മാരേജ് ചെയ്യുന്നത്. സോ നമുക്ക് മാരേജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, അബി. ഇനി ചാന്ദിനി ആരാണ്, ഫീമെയിൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം, അബി എന്ന് പറയുന്നത് മെയിൽ ആവാം. ഓക്കെ, ചാന്ദിനി നമ്മൾ ഇവിടെ എങ്ങനെ എടുക്കുന്നത്, ചാന്ദിനി ഫീമെയിൽ ആയാൽ കല്യാണം ചെയ്യുന്ന ആൾ ആരാ, മാരേജ് ചെയ്യുന്ന ആൾ എന്തായിരിക്കും, മെയിലായിരിക്കും. സോ ഇത് മെയിലാണ്. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി പറയുന്നത് എന്താണ്, അഞ്ജൽ ഈസ് മാരീഡ് ടു സാൻഡി. അപ്പോൾ അഞ്ജൽ ആരെയാണ് മാരേജ് ചെയ്യുന്നത്, മാരീഡ് ടു സാൻഡി. അടുത്ത പറയുന്നു, ഈ സാൻഡി എന്ന് പറയുന്നത് ശാന്തിയുടെ ഗ്രാൻഡ് സൺ ആണ്. അപ്പോൾ എന്താ, ഇവരുടെ ചാന്ദിനിയുടെ ഡോട്ടർ ആവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ശാന്തിക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവണം, എന്താ
മക്കൾ വേറെ ആരെങ്കിലും ഉണ്ടാവണം. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ശാന്തി എന്ന് പറയുന്നത് ശാന്തിന്റെ ഗ്രാൻഡ് സൺ ആണ് സാൻഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ വേറെ മക്കളുണ്ടെങ്കിൽ ഇത് പറ്റില്ല. സോ അത് നമുക്കൊരു എന്താ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത് നമ്മൾ അവിടെ വെക്കുക. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെന്താ പറയുന്നത്, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കിപ്പോൾ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. അഞ്ജലിനെ മാരേജ് ചെയ്തു. ക്ലിയർ. ഇനി എന്താ പറയുന്നത്, അബീസ് ഗ്രാൻഡ് സൺ ഈസ് കരൺ. അബീന്റെ ഗ്രാൻഡ് സൺ ആണ് കരൺ. അപ്പൊ ഇവരുടെ ഡോട്ടർ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചാന്ദിനിക്കും അബിക്കും കൂടി വേറെ മക്കൾ ഉണ്ടാവാം, അവരായിരിക്കാം കരൺ. അപ്പോൾ എന്താ, അബിയാണ്, അബീന്റെ ആരെങ്കിലും ഉണ്ടാവാം, അവരുടെ സണ്ണാണ് കരൺ. അപ്പൊ ഇതും കൂടെ നമ്മൾ അവിടെ എഴുതി വെക്കാം. രശ്മി ഈസ് മദർ ഓഫ് കരൺ. കരണിന്റെ മദർ ആണ് രശ്മി. കരണിന്റെ മദർ ആണ് രശ്മി. സോ ഇവിടെ ആരാ, രശ്മി വരും. ഇനി എന്താ പറയുന്നത്, ശൗര്യ ഈസ് അഞ്ജൽസ് സണ്ണ്. അഞ്ജലിന്റെ സണ്ണാണ് ശൗര്യ. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അഞ്ജലിന്റെ സണ്ണാണ് ശൗര്യ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ്, അബി എന്ന് പറയുന്നത് എന്താണ്, അബീന്റെ മദർ ആരാണ്, രശ്മിയാണ്. അബീന്റെ മദർ രശ്മിയാണ്. പക്ഷേ ഇവിടെ സാൻഡിന്റെ വൈഫ് ആരാണ്, അഞ്ജലാണ്. അപ്പൊ ഒരിക്കലും എന്തായിരിക്കും, സാൻഡിന്റെ മകനായിരിക്കില്ല കരൺ. എന്താ, കരൺ എന്ന് പറയുന്നത് സാൻഡിന്റെ മകളായിരിക്കില്ല. അപ്പൊ എന്താ, സാൻഡിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ട്. സോ സാൻഡിന്റെ സിബ്ലിംഗ് ആരാണ്, രശ്മി ആയിരിക്കും. അപ്പൊ അതാണ്, രശ്മിയാണ് കരണിന്റെ മദർ. ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളെന്താ, ശാന്തിയുടെ എന്താ ഗ്രാൻഡ് സൺ ആണ്, അതായത് ചാന്ദിനിയുടെ മകൻ തന്നെയാണ് സാൻഡി. അപ്പൊ ഈ ലൈൻ ഒന്ന് നിങ്ങൾ വരച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ചോദിക്കുന്നത് എന്താ, ശൗര്യ റിലേറ്റഡ് ടു കരൺ. ശൗര്യയും കരണും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, അതായത് എന്താ, ഇത് സിബ്ലിംഗ് അല്ലേ, എവിടെയാണ് ശൗര്യ, എവിടെയാണ് കരൺ. സോ കസിൻ ആയിരിക്കും, സിബ്ലിംഗ് അല്ല കസിൻ ആയിരിക്കും. അതായത് സാൻഡിയും രശ്മിയും സിബ്ലിങ്സ് ആണ്. അപ്പൊ അവരുടെ മക്കൾ എന്തായിരിക്കും, കസിൻസ് ആയിരിക്കും. സോ കസിൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ. അപ്പോൾ ഈ ഫാമിലി ട്രീ ഒന്ന് വരച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 people ഉണ്ട് സിറ്റിംഗ് അറൗണ്ട് ഡൈനിങ് ടേബിൾ. സോ ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. അപ്പൊ ഡി എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഡി എന്ന് പറയുന്നത് ഇന്റെ ബ്രദറാണ്. സോ പ്ലസ് ഇട്ടു, ഇന്റെ ബ്രദറാണ്. അപ്പൊ ഇത് നമുക്ക് ഓക്കെ ആയി. ജി ഈസ് ബ്രദർ ഓഫ് എഫ്. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ എഴുതി വെക്കാം. ജി ഈസ് ബ്രദർ ഓഫ് എഫ്. നെക്സ്റ്റ്, ബി ഈസ് എസ് വൈഫ്. അടുത്തത് എന്താണ്, ബി എന്ന് പറയുന്നത് എന്റെ വൈഫാണ്. സോ നമുക്കറിയാം ബി എന്ന് പറയുന്നത് എന്റെ വൈഫാണ്. സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ബി ഈസ് എസ് വൈഫ്. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. ഇനി എന്താ, സി ഈസ് മാരീഡ് ടു എച്ച്. സി എന്ന് പറയുന്നത് എച്ചിനെ മാരേജ് ചെയ്തു. സോ അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സി എന്ന് പറയുന്നത് എച്ചിനെ മാരേജ് ചെയ്തു. എ ഈസ് സീസ് ബ്രദർ. എ എന്ന് പറയുന്നത് സിന്റെ ബ്രദർ ആണ്. അപ്പോൾ ഇതാ, അത് നമുക്ക് ഇവിടെ എഴുതാം. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എ എന്ന് പറയുന്നത് സിന്റെ ബ്രദർ ആണ്. അപ്പൊ ഇത് നമുക്ക് തിരിച്ചെഴുതാലോ. എ എന്ന് പറയുന്നത് സിന്റെ ബ്രദർ ആണ്. അപ്പൊ എ ബ്രദർ ആണ്, നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ നമുക്കൊരു റിലേഷൻ കിട്ടി. എന്താണ്, എച്ച് മാരേജ് ചെയ്ത സിനെയാണ്, സിന്റെ ബ്രദർ ആണ് എ, എന്റെ വൈഫാണ് ബി. ആ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്, സി എ ഈസ് സീസ് ബ്രദർ. അത് നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഈസ് ഫാദർ ഇൻ ലോ ഓഫ് ബി. ബിന്റെ ഫാദർ ഇൻ ലോ ആണ് ആരാണ്, എഫ്. സോ എന്റെ ഫാദർ ആയിരിക്കും എഫ്. അപ്പൊ എഫും ജിയും തമ്മിൽ ഒരു റിലേഷൻ കണ്ടുപിടിച്ചല്ലോ. എന്താണ്, ബ്രദറാണ്. സോ ഇവര് തമ്മിൽ ഇങ്ങനെ റിലേഷൻ കിട്ടി. ഇനി എന്താ ഫൈൻഡ് ചെയ്യണ്ടേ, സി ഈസ് ദ ഫാദർ ഓഫ് ഹിസ് ഓൺലി സൺ. സോ സി ഈസ് ദ ഫാദർ ഓഫ് ഹിസ് ഓൺലി സൺ ഡി. ഡിന്റെ ഫാദർ ആണ് സി. ഇവിടെ കിട്ടിയില്ലേ, ഇത് കിട്ടി, ഇത് കിട്ടി. ഇനി എന്താ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി. എയും ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എയും ഡിയും തമ്മിൽ എന്താ, എ ഇവിടെയുണ്ട്, ഡി ഇവിടെയുണ്ട്. ആരായിരിക്കും, ഫാദറിന്റെ ബ്രദറാണ്. സോ പെറ്റേണൽ അങ്കിൾ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇവിടെ എന്താണ്, നമുക്ക് നേരത്തേക്ക് എന്താ വലിയൊരു ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, കുറച്ച് എന്താ സൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ എ ഹാഷ് ബി എന്ന് പറയുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി ട്രീ വരക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട്. അതായത് നമുക്കിത് ഇങ്ങനെ എഴുതാം. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, അറ്റ് യു ഡോളർ പിന്നെന്താ യു ഈക്വൽ ആറ് പെർസെൻറ്റേജ് എസ് ഹാഷ് വി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം വായിക്കാം. എന്താണ്, പി റിലേറ്റഡ് ടു വി. അപ്പോൾ വിൻ്റെ ആരാണ് പി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് സോൾവ് ചെയ്യണം. സോ ആദ്യം നമ്മൾ നോക്കിയേ, ഇവിടെ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാദർ ആണ്. സോ അത് നിങ്ങൾ ഇവിടെ എഴുതുക, ഫാദർ. പിന്നെന്താ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഫ്. സോ ഇത് വൈഫാണ്, അത് എഴുതുക. അടുത്ത എന്താണ്, ഈക്വൽ എന്ന് പറഞ്ഞാൽ ബ്രദർ, അത് എഴുതുക. പിന്നെന്താണ് ഡോളർ എന്ന് പറഞ്ഞാൽ മദർ, അത് എഴുതുക. പിന്നെ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹസ്ബൻഡ്. ഇത്രയും നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. ഇനി ഒന്നുമില്ല, നമുക്ക് എവിടെ മുതലാണ് നമുക്ക് എന്താ റിലേഷൻ വേണ്ടത്, പി എന്ന് പറയുന്നത് വിൻ്റെ ആരാണ്. സോ വി മുതൽ നമ്മൾ തുടങ്ങാം. വിൻ്റെ ഫാദർ എസ്, ഇത് എന്ത് കിട്ടി, ഇത് ഫാദർ ആണെന്ന് കിട്ടി. അടുത്ത എന്താ, ഈ ഫാദറിന്റെ വൈഫാണ് ആറ്. സോ വിൻ്റെ മദർ ആണ് ആറ്, അത് കിട്ടിയില്ലേ, വിൻ്റെ മദർ ആണ് ആറെന്ന് കിട്ടിയില്ലേ. ഇനി നോക്കിയേ, ഈ മദറിന്റെ ബ്രദർ ആണ് യു. അപ്പൊ എന്താണ്, ഇവരുടെ അങ്കിൾ ആയിരിക്കും ഇത്. ക്ലിയർ, അങ്കിളാണ് ഇത്, വിൻ്റെ അങ്കിളാണിത്. ഇനി എന്താ, അടുത്ത എന്താ ഡോളർ ആണ് വന്നിട്ടില്ലേ. ഡോളർ എന്ന് പറഞ്ഞാൽ ഈ അങ്കിളിന്റെ മദർ ആണ് ക്യൂ. അങ്കിളിന്റെ മദർ എന്ന് പറഞ്ഞാൽ എന്താ, ഇയാളുടെ മദറിന്റെ മദറാണ്. സോ ഇതെന്താണ്, ഗ്രാൻഡ്മയാണ്. ഇവിടെ എത്തുമ്പോൾ ഗ്രാൻഡ്മയായി, ഗ്രാൻഡ് മദറായി. അടുത്തെന്താണ്, അവരുടെ ഹസ്ബൻഡ് ആണ് പി. അപ്പൊ എന്താണ്, വിൻ്റെ ഗ്രാൻഡ് ഫാദറായി, ഗ്രാൻഡ് ഫാദർ. സോ എന്താണ്, ഗ്രാൻഡ് ഫാദർ ആണ്. പിന്നെ മദറിന്റെ ഫാദർ ആണ്. സോ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാമിലി ട്രീ. ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഫാമിലി ട്രീ വരയ്ക്കാം. എങ്ങനെയാണ്, അതായത് പി തന്നിട്ടുണ്ട്, പിൻ്റെ ഹസ്ബൻഡ് ആണ്. സോ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാം, ക്യൂ. നെക്സ്റ്റ് എന്താണ്, അതിൻ്റെ മദർ, അതായത് യുവിൻ്റെ മദറാണ്. സോ ഇങ്ങനെ വരയ്ക്കാം. സോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകും. പിന്നെന്താണ്, ബ്രദർ ആണെന്ന് വരയ്ക്കാം. പിന്നെന്താ കിട്ടും, അടുത്തെന്താ, വൈഫാണെന്ന് കിട്ടും. എസ് വൈഫാണ്. സോ ആറ് വൈഫാണ്. സോ പിന്നെന്താ കിട്ടും, ഇവിടെ ബി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. സോ ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് നമുക്ക് എളുപ്പമുള്ള മെത്തേഡ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നു, അപ്പം തന്നെ നമ്മളതാ ഈ സാധനം എഴുതി വെച്ചാൽ മതി, ഫാദർ വൈഫ് ബ്രദർ മദർ ഹസ്ബൻഡ്. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് റിലേഷനിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ. അടുത്ത് നമുക്ക് കോഡിങ് ഡീകോഡിങ്. അപ്പോൾ ഈ കോഡിങ് ഡീകോഡിങ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കാര്യം പഠിച്ചിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഇതെങ്ങനെ ഓർത്തിരിക്കാമെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, റീസണിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ അത് ചില വേർഡ്സ് ഒക്കെ, അതായത് ചില ലെറ്റേഴ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഷോർട്ട് അതായത് എന്താ മെമ്മറി ചെയ്യേണ്ട മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്താ, ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് അറിയാം 3 ആണ്, തിരിച്ചിട്ടാൽ 3 ആണ്. അപ്പോൾ ഇതാ 23 വരും. ഇതുപോലെ എം എന്ന് പറഞ്ഞാൽ 13 വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാം, അത് കഴിഞ്ഞിട്ട് ഇത് കാണാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഡിങ് ഡീകോഡിങ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് മ്യൂട്ടിനി ഈസ്. അപ്പോൾ ഇതിനെ മ്യൂട്ടിനെ നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. അതായത് മ്യൂട്ടിനി. അപ്പോൾ ഇതിനെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. എം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, എം എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ 13. യു എന്ന് പറഞ്ഞാൽ എന്താണ്, 21. അടുത്ത T20 20. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഐ, അതിനെ നമുക്ക് 9 ആക്കി മാറ്റാം. അപ്പോൾ 9. എൻ എന്ന് പറഞ്ഞാൽ എത്രയാ, 14. അത് പഠിച്ചു വെക്കണം. എൻ എന്ന് പറഞ്ഞാൽ 14. അതുപോലെ വൈ, ഇജോട്ടിയിലെ വൈ, ഇജോട്ടി, അപ്പോൾ 25. ക്ലിയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് ഇജോട്ടി എന്താണ്, അതായത് ഇജോട്ടി 5, 10, 15, 20, 25. ക്ലിയർ. അപ്പോൾ ഇതിൽ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, 25. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാലോ, ഇവിടെ നോക്കിയാൽ എന്താണ്, 25, 14. കണ്ടോ, ഇതിന് നേരെ തിരിച്ചിട്ടതാണ്, റിവേഴ്സ് ഓർഡർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്.
അതുപോലെ നിങ്ങൾ നോക്കിയാൽ എന്താ മാജിക് എഴുതിയേ. മാജിക് എന്താണ്? മാജിക് എന്ന് പറയുന്നത് എഴുതിയാൽ എം എന്ന് പറഞ്ഞാൽ 13, എ എന്താണ് 1. ഇനി ജി ഞാൻ പറഞ്ഞു ജി ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ഇതിനെ നമുക്ക് എന്താ 7 ആക്കി റെപ്രസെന്റ് ചെയ്യാം. ജി എന്ന് പറഞ്ഞാൽ 7 ആണ്. അടുത്തയോ ഐ 9 ആണ്. പിന്നെ സി ABCD എന്താണ്? സി എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇവിടെ നോക്കിയേ 3 9 നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്ടർ ഇത് നോക്കിയാലോ, ഇതിന്റെ നമ്പേഴ്സ് എന്താണ്? n നമുക്കറിയാം എന്താണ്? n എന്ന് പറഞ്ഞാൽ 14 ആണ്. അതായത് m 13 ആണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള n എന്താ 14 ആയിരിക്കും. പിന്നെന്താണ് ഇജോട്ടി എന്താ 5 ആണ്. പിന്നെ സി 3 ആണ്. ടി 20, എ 1 ആണ്. പിന്നെ 6 ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? 6 നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ 8 ആക്കാം. അപ്പോൾ 6 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 8ന്റെ മറ്റൊരു സാധനം ഏതാണ്? എഫിനെ നമുക്ക് എഫ് ആണോ? എഫ് അല്ല. എഫ് എന്താ? എഫ് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ എന്താ 6 അല്ല, എന്ത് എച്ച് ആണ് 8നെ മാറ്റാൻ പറ്റുന്നത്. കണ്ടോ? എച്ച് 8 ആയില്ലേ? ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ എന്താ എച്ച്. സോ ഇവിടെ എന്താ 6 എന്ന് പറയുമ്പോൾ 18 വരും. സോ ലാസ്റ്റ് 18 ആണ്. 18 1 0 18 1 20 അങ്ങനെയാണ് വരിക. അതായത് 18 1 20 3 5 14. ഇത് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 18 1 20 3 5 14. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻ വാല്യൂ പഠിക്കാം. അപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സെർട്ടൻ കോഡ് ലാംഗ്വേജ് ബ്രദറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 86 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ബ്രദർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പൊസിഷൻ വാല്യൂ ഇട്ട് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 18. പിന്നെന്താ? ഓ ഇജോട്ടി അപ്പോൾ 15. പിന്നെന്താ? T20. എച്ചിനെ ഞാൻ പറഞ്ഞു ഇതുപോലെ 8 ആക്കാം. എച്ച് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇജോട്ടി അപ്പോൾ 5 ആണ്. 6 ഞാൻ പറഞ്ഞു 18 8 ആക്കാം. അപ്പോൾ 18. ക്ലിയർ? ഇനി ഇതൊക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 20 40 55 60 70 78 86 കിട്ടും. അപ്പോൾ അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേ. അതാണ്. വേണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഒന്ന് നോക്കുക. ഫാദർ എന്ന് പറഞ്ഞാൽ എഫിനെ നമുക്ക് എങ്ങനെയാ നേരത്തെ പറഞ്ഞില്ലേ? എഫ് ഇതാണ്. അതിനെ നമ്മൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചിട്ടു. എന്താ? എഫ് ഇതാണ്, ഇതാ തിരിച്ചിട്ടു 6. എഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. T20. എച്ച് 8. എന്ന് പറഞ്ഞാൽ ഇജോട്ടി 5. ഇനിയോ 6 18. ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്താൽ 58 കിട്ടും. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ തന്നിട്ടുണ്ട് 90 ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റർ എന്താണെന്ന് നോക്കുക. ഇനി മദർ എം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? 3 പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു കഴിഞ്ഞിട്ട് എം കഴിഞ്ഞിട്ടല്ലേ ഡബ്ല്യു. അപ്പൊ ഡബ്ല്യു 23 ആണ്. എം എന്ന് പറഞ്ഞാൽ 13 ആണ്. പ്ലസ് ഓ ഇജോട്ടിയിലെ ഓ 15. T20 പ്ലസ് എച്ച് നമുക്കെന്താ? എച്ചിനെ 8 ആക്കാം. പ്ലസ് ഇജോട്ടി 5 6 18. സോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 28 38. സോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 70 എത്ര കിട്ടുക? 9. 79 ആൻസർ കിട്ടുക. 79 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് കിട്ടുക. ഓപ്ഷൻ ബി 79. എവിടെയും ഞാൻ പറയുന്നു നിങ്ങൾ എന്തായാലും ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറയില്ല. ഞാനിപ്പോൾ എങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്യാം. ഇപ്പം മദർ ചെയ്യുമ്പോൾ എം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 3. അപ്പോൾ ആദ്യത്തെ 3 13. ഓ എന്ന് പറഞ്ഞാൽ ഇജോട്ടിയിൽ അപ്പോൾ അതിൽ 15. T20 എച്ച് കാണുമ്പോൾ തന്നെ എനിക്കറിയാം 8 ആണ്. ഇജോട്ടി അപ്പോൾ 5. 6 എന്ന് പറഞ്ഞാലും 8 ആണ് 18. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്പർ കോഡിങ് ഡീകോഡിങ് നമുക്ക് സിമ്പിളായി ചെയ്യാം. അതുപോലെ അനലോഗീസ് നമുക്ക് ഈ മെത്തേഡ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണ്. ആ ക്ലാസ് കാണാം. സിമ്പിളായി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് ഫ്രെയിം ഈസ് റിട്ടേൺ ആസ് HPCKG. അപ്പം ഇങ്ങനെ, അതായത് ഫ്രെയിം എന്ന് പറയുന്നത്
നമുക്ക് എങ്ങനെ എഴുതാം? HPCKG. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? എഫിൻ്റെ വാല്യൂ, എഫ് എന്ന് പറഞ്ഞാൽ 6, എഫ് എന്ന് പറഞ്ഞാൽ 6, ആർ എത്രയാണ്? 8ആണ്. ആർ എന്ന് പറഞ്ഞാൽ 18, എ 1, എം 13, ഇ എന്ന് പറഞ്ഞാൽ 5. അതുപോലെ എച്ച് എന്ന് പറഞ്ഞാൽ 8ആണ്. പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പി ഇതിനെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 16. സി ABC 3. ഇനി കെയോ? കെ എന്ന് പറഞ്ഞാൽ എത്ര വരും? കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11. ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7. ക്ലിയർ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? ഇതിൻ്റെ കൂടെ 2 കൂട്ടുന്നു, ഇതിൻ്റെ കൂടെ 2 കുറയ്ക്കുന്നു, -2 അല്ലേ? +2 -2 +2. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇതേപോലെ നമ്മൾ സെക്കൻഡും എന്താ? പീച്ച് ഈസ് റിട്ടേൺ ആസ് ഇങ്ങനെ. അതായത് സെക്കൻഡ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് PEACH. ഇതിൻ്റെ വാല്യൂസ് എന്താണ്? അടുത്ത എന്താണ്? RCCAJ. ഇത് രണ്ടും ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കോഡ് അത് തന്നെയാണ്. സോ എന്താ? പിൻ്റെ വാല്യൂ 16 ആണ്. ഇ എന്താ? ഇജോട്ടി 5, എ 1 ആണ്, സി 3 ആണ്, എച്ച് 8 ആണ്, ആറ് 18 ആണ്. എച്ച് 8, ആറ് 18. സി എന്ന് പറഞ്ഞാൽ 3, ഇതും 3, എ 1, ഇജോട്ടി ജെ എന്ന് പറഞ്ഞാൽ 10. സോ ഇവിടുന്ന് എന്താണ്? ഇവിടെ നോക്കിയാൽ +2 കറക്റ്റ് ആണ്. +2 -2 +2 ഇവിടെ -2 ഇവിടെ നോക്കിയാൽ +2 സെയിം ആണ്. സോ അങ്ങനെ വന്നാൽ നമുക്ക് ബ്രൂം എന്നുള്ളത് BROOM. ബ്രൂമിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്? വാല്യൂ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, ആറ് എന്താണ്? 18, ഓ ഇജോട്ടി ഓ 15, എം എന്ന് പറഞ്ഞാൽ 3 എന്നാ 13. സോ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്കറിയാം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 2 കൂട്ടണം 4, പിന്നെ ഇതിന്ന് 2 കുറക്കണം 16, 2 കൂട്ടിയാൽ 17, 2 കുറച്ചാൽ 13, പിന്നെ ഇവിടെ 2 കൂട്ടണം, 2 കൂട്ടുമ്പോൾ കിട്ടും 15. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി. 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? പി ആണ്. ഇനി 7 എന്ന് പറഞ്ഞാൽ ജി ആണ്. അതുപോലെ 17 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ക്യൂവിനെ ഇങ്ങനെ എഴുതാം. ഇവിടെ കണ്ടോ 7 കിട്ടിയില്ലേ? അപ്പോൾ 17 എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇനി 13 നമുക്കറിയാം എന്താണ്? 3 എന്ന് പറഞ്ഞാൽ WM. അപ്പോൾ എം ആണ് 13. ഇനി 15 ഇജോട്ടിയിൽ ഓ. DPQMO ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ എന്താ നമ്മളെ പൊസിഷൻ വാല്യൂ പഠിക്കാം. DPQMO ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്തൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. എന്താ? ഇതും കോഡിംഗ് ആണ്. ഇവിടെ നോക്കിയേ, സെർട്ടൻ ലാംഗ്വേജ് വി ക്യാൻ സിംഗ് എന്ന് പറയുന്നതിൻ്റെ കോഡ് ഇതാണ്. അടുത്ത സിംഗ് ന്യൂ സോങ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കോഡ് തന്നിട്ടുണ്ട്. സോ ഇതാ ഇത്രയും കോഡാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? വി ജോയിൻ എന്ന കോഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വി എന്നത് എവിടെ? വി ജോയിൻ എവിടെയാണുള്ളത്? വി എന്നത് ഇവിടെ വി ഉണ്ട്. സോ വേറെ വി എവിടെയാണുള്ളത്? സെക്കൻഡിൽ വി ഇല്ല. ജോയിൻ ഉള്ളത് എവിടെയാണ്? ഇതാ ഇവിടെ ജോയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഒന്നാമത്തെ നിന്നാണ് വി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ക്യാനും സിങ്ങും വേറെ ഏതിലൊക്കെ ഉണ്ട്? സിങ് എന്താ? 1ലും 2ലും സിങ് ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം അതായത് നമ്മളിവിടെ നോക്കിയാൽ ഇത് ഫസ്റ്റത്തത്, ഇത് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇത് സെക്കൻഡ് 2. ഇതാ എവിടെയാണ് അടുത്തത്? ഇതാ വി ജോയിൻ ന്യൂ. ഇത് മൂന്നാമത്തെ. നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും രണ്ടാമത്തെയും നോക്കിയാൽ അതിലെന്താണ്? സിങ് എന്നുള്ളത് കോമൺ ആണ്. ഇവിടെ സിങ് ഉണ്ട്, ഇവിടെ സിങ് ഉണ്ട്. അപ്പോൾ സിങ്ങിൻ്റെ എന്താണ് കോഡ്? എന്താണ് ഇവിടെ 2ലും കോമൺ ഉള്ളത്? ഏതാണ്? CA. സോ സിങ് എന്ന് പറയുന്നത് CA ആണ്. ഇതിൽ നമ്മൾ സിങ് ക്യാൻസലായി, CA ക്യാൻസലായി. ഇനി എന്താ? ക്യാൻ എവിടെയൊക്കെ ഉണ്ട്? 1ലും 3ലുമാണ് ക്യാൻ ഉള്ളത്. 1ലും 3ലും കണ്ടോ? ഇവിടെ ക്യാൻ ഉണ്ട്, ഇവിടെ 3ലും ക്യാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ 2ലും കോമൺ ആയിട്ടുള്ള ക്യാൻ 1ലും 3ലും കോമൺ ആണ്. അപ്പോൾ 1ലും 3ലും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതൊക്കെയാണ്? 1ഉം 3ഉം നോക്കിയേ. PD ഇതാ 1ലുണ്ട്, 3ൽ PD ഉണ്ട്. സോ ഇവിടെ PD കിട്ടി. ഇനി ബാക്കി എന്താ? വിൻ്റെ ബാക്കി എന്താ? അപ്പോൾ വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ ബാക്കിയുള്ളത് വി എന്ന് പറയുന്നത് NS ആണ്. സോ NS ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്.
സോ ഇത് രണ്ടുമല്ല, ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്. NS മാത്രമാവില്ല, അപ്പം KM NS ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ജോയിൻ കണ്ടുപിടിക്കാം. ജോയിൻ കണ്ടുപിടിക്കാനോ? ഒന്നുമില്ല. ജോയിൻ ഇതാ ഇവിടെ ഏതിലുള്ള 3ലുണ്ട്, പിന്നെ 3ൽ മാത്രമാണ് ജോയിനില്ല. അപ്പോൾ ഇവിടുന്ന് ഈ ന്യൂവിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ന്യൂ എങ്ങനെയാണ്? 2ഉം 3ഉം നോക്കുമ്പോൾ നമുക്ക് എന്താ ന്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഏതാണ്? ഇവിടെ ന്യൂ ഉണ്ട്, ഇവിടെ ന്യൂ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാ? UV നോക്കിയതാ, ഇവിടെ UV ഉണ്ട്, ഇവിടെ UV ഉണ്ട്. അപ്പോൾ ന്യൂ എന്ന് പറയുന്ന UV ആണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത്, അപ്പോൾ ഇതും പോയി. ജോയിൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ഏതാണ്? KM മാത്രമാണ്. അപ്പോൾ KM NS ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? അത് നിങ്ങൾ ചോദിക്കും എനിക്ക് എക്സാമിന് ഇതുപോലെ വരക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് റോസസ് ആർ റെഡ്. അതിനെങ്ങനെയാ? നേരത്തെ സെയിം ആണ്. ഇതാ ഫസ്റ്റത്തെ ഇതാ ഇത്രയും കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഏതാ? സ്റ്റേറ്റ്മെന്റ് ഏതാ? വയലറ്റ് ആൻഡ് ആർ ബ്ലൂ. ഇതാണ് സെക്കൻഡ് തന്നിട്ടുള്ളത്. തേർഡ് ഏതാ തന്നിട്ടുള്ളത്? ബ്ലൂ ആൻഡ് റെഡ് ആർ ഫ്യൂ. ഇതാണ് തേർഡ് തന്നിട്ടുള്ളത്. ഇത്രയും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫ്യൂ എന്നതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ ഫ്യൂ എന്നത് എവിടെയാണുള്ളത്? തേർഡിൽ മാത്രമാണ് ഫ്യൂ ഉള്ളത്. സോ ഇപ്പം നമ്മളെന്താ ഓരോ വാല്യൂവിനെ ഇവിടുന്ന് ഈ ഫ്യൂവിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനെയും എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം നോക്കിയാൽ ഏത് വാല്യൂ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? നോക്കിയേ, ഫസ്റ്റ് 6. നമ്മൾ 3ലുണ്ട് 6. പിന്നെ ഏതിൽ 6 ഉള്ളത്? 3ലുണ്ട്, 1ലുണ്ട്, 2ലുണ്ട്, എല്ലാത്തിലും. 3, 1, 2 നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ 3ലും കോമൺ ആയിട്ട് ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. 6 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഏതാ 3ലും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. സോ 5 എന്ന വാല്യൂ 3ലും കോമൺ ആണ്. സോ അതായിരിക്കും എന്തിൻ്റെ വാല്യൂ? 6ന്റെ വാല്യൂ 5 ആയിരിക്കും. സോ 6 നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അടുത്ത ഏതാ? അടുത്ത റെഡ്. ഇവിടെ 2ലും റെഡ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെയും റെഡ് ഉണ്ട്. അപ്പോൾ 1ഉം 3ലും 1ലും റെഡ് ഉണ്ട്. അപ്പോൾ അവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 0 ആണ് വരുന്നത്. 0 ആണ് കോമൺ ആയിട്ട് വരുന്നത്, 0. സോ റെഡ് എന്ന് പറയുന്നത് എന്താണ്? റെഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ബാക്കിയുള്ള ഇതാ ആൻഡ് ഏതിലൊക്കെ ഉണ്ട്? ആൻഡ് എവിടെയും ഇല്ല. ബ്ലൂ എവിടെയാണുള്ളത്? 2ലും 3ലും ബ്ലൂ ഉണ്ട്. സോ 3ഉം 2ഉം നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലൂവിൻ്റെ വാല്യൂ കിട്ടും. ബ്ലൂവിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൽ 2ലും കോമൺ ഏതാണ്? 1 എന്ന വാല്യൂ 2ലും കോമൺ ആണ്. സോ ബ്ലൂവിൻ്റെ വാല്യൂ 1 കിട്ടും. ഇനി ബാക്കി എന്താ ഉള്ളത്? ഫ്യൂ ആൻഡ്. അപ്പോൾ ഇത് ഈ ഫ്യൂ എന്ന് പറയുന്നതും ആൻഡ് എന്ന് പറയുന്നതും ആൻഡ് എന്ന് പറയുന്നതും നമുക്ക് മൂന്നാമത്തേൽ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഇതാ കോഡ് 3ഉം 4ഉം. ഇതിൽ ഏതാണ് ഫ്യൂ ഏതാണ് ആൻഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഏതാണ് ഫ്യൂ ഏതാണ് ആൻഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 4 ആണ്. എന്താണ്? കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്കിത് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള കോഡാണ്. ഇത് കഴിഞ്ഞ എക്സാമിന് നമ്മൾ NTPC എക്സാമിന് ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു ഷിഫ്റ്റിൽ തന്നെ 2ഉം 3ഉം ക്വസ്റ്റ്യൻ ഇതുപോലത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ലെങ്തി കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇഫ് ഫസ്റ്റ് എലമെന്റ് ഈസ് സിമ്പിൾ, അതായത് ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് എലമെന്റ് സിമ്പിൾ ആണോ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സോ ഫസ്റ്റ് എലമെന്റ് സിമ്പിൾ അല്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ല. അടുത്തത്, ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് നമ്പർ ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3. ഫസ്റ്റ് എലമെന്റ് ഇവിടെ എന്താണ്? 6. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ടു ബി കോഡഡ് ആസ് 5. അങ്ങനെയാണെങ്കിൽ എന്താ? ഫസ്റ്റ് എലമെന്റിനെ 5 എന്ന് കൊടുക്കാം. സോ ഫസ്റ്റ് എലമെന്റ് 5 എന്ന് കൊടുക്കാം. ഇനി ഇഫ് ബോത്ത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് എലമെന്റ് ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സെക്കൻഡും തേർഡ് നോക്കിയേ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, ഇവിടെ സിമ്പിളാണ് കൊടുത്തിട്ടില്ലേ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ആവശ്യം. അപ്പം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള കോഡ് അതേപോലെ എഴുതാം. അപ്പം ഫസ്റ്റ് കോഡ് മാത്രമാണ് മാറ്റം. 6ന് നമ്മൾ 5 കൊടുത്തു. ബാക്കി അറ്റിന് എന്താ കൊടുക്കാം? അറ്റ് എന്ന് പറഞ്ഞാൽ P ആണ്. ഇനി ആൻഡ് എന്ന് പറഞ്ഞാലോ? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് ആണ്.
അടുത്ത 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്ന് പറഞ്ഞാൽ G ആണ്. ക്ലിയർ? ഇനി ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? R ആണ്. QPSGR. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. ഏതാണ്? QPSGR. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെയാണ് കോഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വേർഡ് റിസർവേഷൻ ഹാസ് ബീൻ കോൾഡ്. 4 തരത്തിൽ റിസർവേഷനെ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് കോഡ് യൂസ് ചെയ്തിട്ടാണ് എൻക്വയറിനെ ഇങ്ങനെ കോഡ് ചെയ്തത്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എൻക്വയറിൻ്റെ കോഡ് നമ്മൾ കണ്ടുപിടിക്കാം. എന്താ? ENQUIRY എൻക്വയറി. അതിനെ കോഡ് ചെയ്ത് എങ്ങനെയാണ്? FLTQNLF ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ പൊസിഷൻ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈൻ്റെ പൊസിഷൻ വാല്യൂ എന്താണ്? 5 ആണ്. M 13 ആണ്. N 14 ആണ്. Qനെ നമുക്ക് 7 എന്ന് എഴുതാം. അപ്പോൾ 17. U അടുത്തത് എന്താ? U അല്ലേ? U എന്ന് പറഞ്ഞാൽ 21. I എന്ന് പറഞ്ഞാൽ 9. R 18 ആണ്. ഇനി Y എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇനി Fൻ്റെ വാല്യൂ 6 ആണ്. L 12 ആണ്. T 20. Qനെ നമുക്ക് 7 ആണെന്ന് കൊടുക്കാം. 17. N 14. L എന്ന് പറഞ്ഞാൽ 12. F എന്ന് പറഞ്ഞാൽ 6. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടാം. ഇനി ഇത് തമ്മിലുള്ള എന്താണ് ബന്ധം നോക്കാം. അതായത് 5 + 1 6 ആണ്. 14 - 2 12 ആണ്. 17 + 3 20 ആണ്. 21 - 4 9 + 5 18 6 25 എത്ര പോകണം? 25. F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. Y എന്ന് പറഞ്ഞാൽ എത്രയാണ്? Y എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ അവിടുന്ന് മൈനസ് എത്രയാണ്? 6 - 7 +7. ഇത് മൈനസ് അല്ലേ? +7 ആണ്. അതായത് 25 26 പോയി. പിന്നെ 1 2 3 4 5. അപ്പോൾ +7 ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അപ്പം ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് 6 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? 6ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും? S കിട്ടും. അപ്പോൾ S കിട്ടുന്ന വാല്യൂ മാത്രമാണ് നമുക്ക് ആവശ്യം. കോഡ് 3ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എന്താ ചെയ്യാം? പിന്നെ ഈൻ്റെ കൂടെ 2 മൈനസ് ചെയ്യണം. 2 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? E എന്ന് പറയുന്നത് എത്രയാണ്? E എന്ന് പറഞ്ഞാൽ 5 ആണ്. അവിടുന്ന് 2 മൈനസ് ചെയ്താൽ 3 കിട്ടണം. 3 എന്ന് പറയുന്നത് എന്താണ്? C ആണ്. സോ ഇതാ ഇവിടെ C കിട്ടി. സോ ഇത് ക്യാൻസൽ ആണ്. കോഡ് 2 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓപ്ഷൻ ബി ഏതാ? A ആണ് കറക്റ്റ്. കോഡ് 2 ആണ് യൂസ് ചെയ്തത്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ. ഇഫ് ചാർജർ ഈസ് 60 അങ്ങനെയാണെങ്കിൽ ടോപ്പറിൻ്റെ വാല്യൂ എന്താണ്? നേരത്തെ ചെയ്ത സെയിം ആണ്. ചാർജർ Cൻ്റെ 3 ആണ്. പ്ലസ് Hൻ്റെ എന്താണ്? 8 പ്ലസ് A 1. R എന്താണ്? 18. പിന്നെ G7 അല്ലേ? G7 ആണ്. അടുത്ത E എന്ന് പറഞ്ഞ 5 ആണ്. 18. ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കിയേ. 18 36 39 40. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 60 ആണെന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ടോപ്പർ T20. O എന്ന് പറഞ്ഞാൽ 15 ഇജോട്ടിയിലെ ആണ്. P എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ എനിക്ക് ഇങ്ങനെ എഴുതാം 16. സോ 16 + 16 32 കിട്ടി. പ്ലസ് E എന്ന് പറഞ്ഞാൽ 5 ആണ്. R എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 32 50 52 62 67 72 80 90 ആണെന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോഡിംഗ് ഡീകോഡിംഗിൽ പഠിക്കാനുള്ളത്. ഇതെന്താ? അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് സിമ്പിൾ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഇവിടെ നമ്മൾ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ പഠിക്കണം. അങ്ങനെ പഠിച്ചാലാണ് കോഡിംഗ് നമ്മൾ സിമ്പിളായി ചെയ്യാൻ പറ്റുക. ഇനി അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ എന്താണ്? പ്ലസ് മൈനസ് പിന്നെന്താ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. ഇത് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റത്തെ സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻ ദാറ്റ് ക്യാൻ ബി sequentially replaced y to balance the. അപ്പോൾ ഈ വൈൻ്റെ അടുത്ത് നമ്മൾ എന്താ? ഇതിൽ ഏത് കോഡ് യൂസ് ചെയ്യും? ഏത് വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യും? എന്നാലും നമുക്ക് കറക്റ്റ് എന്താ ഫോർമുല കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എന്താ ഇവിടെ 32 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്, 8 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ ഏത് വാല്യൂസ് നമ്മൾ ഏത് സൈൻ യൂസ് ചെയ്താൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ കറക്റ്റ് ആവുന്നത് എന്നാണ് നോക്കേണ്ടത്. അതായത് നമുക്ക് എന്താ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇൻറ്റു ഇടാം. പിന്നെന്താ? നെക്സ്റ്റ് എന്താ? ഈക്വൽ ഇടാം. പിന്നെ ഇൻറ്റു ഇടാം. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം
നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്, കാരണം ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഇതാ ഇവിടെ നമ്മൾ ഡിവൈഡ് കൊടുത്തു. അപ്പോൾ എന്താ ഇത് തമ്മിൽ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ 32 വിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടും? 4 കിട്ടും, ഇൻറ്റു 16 കിട്ടും, ഈക്വൽ ടു എന്താ 64. സോ ഇത് കറക്റ്റാണ്. 64 ഈക്വൽ ടു 64. ഇവിടെ ഫസ്റ്റ് ആൻസർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ നമ്മൾ പറയുമ്പോൾ ജെ എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമ്മളിങ്ങനെ മാറ്റി എഴുതാം. ജെ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ആണ്. ഇനിയോ ജി എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഇങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നുണ്ട് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ വിൽ നോട്ട് ബി കറക്റ്റ്. ഇതിൽ കറക്റ്റ് അല്ലാത്ത ഇക്വേഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എമ്മിന് പകരം എന്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെന്താ 5 ജെ എന്ന് പറഞ്ഞാൽ അഡിഷൻ, ബി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, പിന്നെന്താണ് ബി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ജി എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 30 കിട്ടും. പിന്നെന്താ പ്ലസ് ഇവിടെ നോക്കി ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 30 + 2 -10 32, ഇത് 22 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സെയിം ഇവിടെ കൊടുക്കുക. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഇനിയോ ബി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, ജെ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, എം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ ആദ്യം ചെയ്യുക. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 ആണെന്ന് കിട്ടും. പിന്നെന്താ ഇവിടെ 4 -8, പിന്നെന്താ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 5 30. ഓ എന്താ -4 30 -4 30 26 എന്ന് കിട്ടും. ഇതും കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, ജി എന്ന് പറഞ്ഞാൽ മൈനസ്, ജെ എന്ന് പറഞ്ഞാൽ അഡിഷൻ. സോ ഇവിടെ നമ്മൾ ആദ്യം എന്താ ഡിവൈഡ് ചെയ്യുക. 6/2 3 ആണെന്ന് കിട്ടും. പിന്നെന്താ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 8 കിട്ടും. പിന്നെ ഇവിടെ -10 + 4. അപ്പം 3 × 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 24 കിട്ടും. 24 -10 4. അപ്പം എന്താ 24 - 6. അപ്പം എന്താ 18 ആണ് കിട്ടുക. 18 = 20. തെറ്റല്ലേ? 18 = 20 അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ എന്താ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് പ്ലസ് മീൻസ് ഡിവിഷൻ, ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ, മൈനസ് അതായത് സബ്ട്രാക്ഷൻ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതാം. എന്താ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ആണ്. സോ പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഇനിയോ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ മീൻസ് എന്താ? അഡീഷൻ ആണ്. അപ്പോൾ ഇവിടെ അഡീഷൻ. നെക്സ്റ്റ് ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ, മൈനസ് ചെയ്യാം. ഇനി എന്താ? സിമ്പിളായി ചെയ്യാം. 200/10 എന്ന് പറഞ്ഞാൽ 20 കിട്ടും. പിന്നെന്താ 20 × 25. പിന്നെ ഇവിടെ +60 - 20. സോ എന്താ 20 × 25 എന്ന് പറഞ്ഞാൽ നമുക്ക് 500 കിട്ടും. 500 ഇത് തമ്മിൽ ചെയ്താൽ 40 ആണെന്ന് കിട്ടും. സോ 540. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 540. ഇവിടെ നമ്മൾ എന്താ അറിയേണ്ടത്? ബോർഡ് മാസ് ആണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് ബോർഡ് മാസ്. ബോർഡ് മാസ് റൂൾ അറിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 33 ഇങ്ങനെയാണുള്ളത്. 33 നമ്മൾ ആദ്യം എന്താ -33 + 4 × 21 ഡിവൈഡ് ബൈ 3 -17 = 222 ആണ് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യം എന്താ മൈനസും ഇൻറ്റും മാറ്റി നോക്കാം. മൈനസും ഇൻറ്റും മാറ്റി നോക്കണം. സോ ഇവിടെ ഇൻറ്റു മാറ്റിയിട്ട് മൈനസ് ആക്കാം, ഇവിടെ ഇൻറ്റു ആക്കാം. സോ ഇവിടെ ഇൻറ്റു ഇവിടെ മൈനസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 7 കിട്ടും. 7 × 17 വരും. വലിയ നമ്പർ വരില്ലേ? 7 × 17 വലിയ നമ്പർ വരും. സോ ഇതല്ല ആൻസർ. സോ ഓപ്ഷൻ എ തെറ്റാണ്. 70 49 അത്രയും വലിയ നമ്പർ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ എന്താ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ അത് തെറ്റാണ്. അപ്പോൾ ഇതല്ല കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയാൽ എന്താ? പ്ലസും മൈനസും ആണ് മാറ്റേണ്ടത്. അടുത്തതിൽ നമ്മൾ എന്താ പ്ലസും മൈനസ്. അപ്പോൾ ഓൾറെഡി ഇവിടെ എന്താണുള്ളത്? അടുത്ത നമ്മൾ പ്ലസും മൈനസ്, ഇവിടെ മൈനസ് ഇൻറ്റും. ഇനി പ്ലസും മൈനസും മാറ്റിയാൽ ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ വന്നാലോ
ഇവിടെ നോക്കിയാൽ ആദ്യം എന്താ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ എന്താ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ 7 കിട്ടും. 7 × 4 24, 7 × 4 28, 28ഉം 17ഉം. സോ എന്തായാലും അതല്ല ആൻസർ. കാരണം എന്താ, അതും ആൻസർ അല്ല. കാരണം എന്താ, നെഗറ്റീവ് വരും. പിന്നെ അതിൻ്റെ കൂടെ 17 ഒക്കെ കൂട്ടുമ്പോൾ ആൻസർ നെഗറ്റീവ് വരും. അടുത്ത മൂന്നാമത്തെ ആൻസർ നോക്കാം. മൂന്നാമത്തെ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ഏതൊക്കെയാണ് മാറ്റേണ്ടത്? ഇത് ഓൾറെഡി ഇങ്ങനെയാണുള്ളത്. ഇവിടെ മാറ്റേണ്ടത് പ്ലസും മൾട്ടിപ്ലിക്കേഷനുമാണ് നമ്മൾ മാറ്റേണ്ടത്. പ്ലസും മൾട്ടിപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. സോ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, ഇവിടെ ഇത് പ്ലസ് ആക്കുക. ക്ലിയർ? ഇത് പ്ലസ് ആക്കുക. ഇനിയിപ്പോൾ നോക്കിയാലോ, ഇത് തമ്മിൽ നമുക്ക് 7 കിട്ടും. ഇത് തമ്മിൽ 7 കിട്ടുക. 7 മൈനസ് ഇത് വന്നാൽ -10 കിട്ടും. ക്ലിയർ? 7 മൈനസ് ഇത് ചെയ്താൽ -10 കിട്ടും. പിന്നെന്താ, 33 × 4, 33 × 4, 30 × 4 120 ആണ്. 120ഉം 12 132. സോ ഇതെന്ത് കിട്ടും? ഇത് ഈക്വൽ ടു 222. കറക്റ്റ് അല്ലേ? 222 ആണ് കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ സൈൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ. ആഫ്റ്റർ ഇന്റർചേഞ്ചിങ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇന്റർചേഞ്ചിങ് 2 and 1 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് കറക്റ്റ്? അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇത് നോക്കിയേ, 3. അടുത്ത എന്താ, ഡിവിഷൻ ആണുള്ളത്. അപ്പോൾ ഡിവിഷനെ മാറ്റി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, 1നെ മാറ്റിയിട്ട് 2 ആക്കുക, +3. പിന്നെന്താണ്, ഇൻറ്റുവിന് പകരം എന്ത് ചെയ്യുക, ഡിവിഷൻ ആക്കുക. അപ്പോൾ ഇൻറ്റുവിന് പകരം ഡിവിഷൻ ആക്കുക, ×3 -2ന് പകരം എന്താക്കുക, 1 ആക്കുക. സോ ഇതിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? 3 × 2 6 കിട്ടും. പ്ലസ് എന്താ 3/3 1 കിട്ടും. -1 ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് 6 ആണ് കിട്ടുക. 6 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻ ചെയ്തു. വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.